בשלום להרגו דמו ו20 ഹംസോ ദിലേശോനോ സുറിയോയോ. സുറിയാനി ഭാഷാ പഠനത്തിൻ്റെ 125-ാമത്തെ ക്ലാസ്സിലേക്ക് സ്വാഗതം. പാശ്ചാത്യ സുറിയാനി പാരമ്പര്യത്തിൽപ്പെട്ട സഭകളുടെ തിരുനാളുകളുടെ പുസ്തകം പെങ്കീസ എന്നാണ് അറിയപ്പെടുന്നത്. ഈ പെങ്കീസ തിരുനാൾ ക്രമത്തിൽ കാണുന്ന പെരുന്നാളുകളുടെ സുറിയാനി പേരുകളാണ് ഇന്നത്തെ ക്ലാസ്സിൽ നാം കാണുന്നത്. ആദ്യത്തെ ദിവസം അറിയപ്പെടുന്നത്, ഞായറാഴ്ച അറിയപ്പെടുന്നത് കൂദോഷ് ഈത്തോ എന്നാണ്. കൂദോഷ് ഈത്തോ, അത് സഭയുടെ വിശുദ്ധീകരണം അല്ലെങ്കിൽ സഭയുടെ സമർപ്പണത്തിൻ്റെ സ്ഥാപനത്തെപ്പറ്റി അനുസ്മരിക്കുന്ന ദിവസമാണ്. പിന്നീട് ഹൂദോസ് ഈത്തോ. ഈത്തോ എന്നാൽ സഭ, ഹൂദോസ് എന്നാൽ നവീകരണം, പുതുതാക്കൽ, സഭയുടെ നവീകരണം എന്നാണ് അതിൻ്റെ അർത്ഥം. ഹൂദോസ് ഈത്തോ, സഭയുടെ വിശുദ്ധീകരണമാണ് ഉദ്ദേശിക്കുന്നത്, സാങ്ക്ടിഫിക്കേഷൻ. സക്കറിയായ്ക്കുള്ള അറിയിപ്പ്, അത് സ്നാപയോഹന്നാൻ്റെ ജനനത്തെപ്പറ്റിയുള്ള അറിയിപ്പാണ്. ആ അറിയിപ്പ് എന്നുള്ള വാക്ക് സൂബോറോ, സൂബോറേ ദസ്കറിയോ, സൂബോറേ ദസ്കറിയോ. ഗബ്രിയേൽ മാലാഖ മറിയത്തിന് നൽകുന്ന അറിയിപ്പാണ് സൂബോറോ ദുയൊൽദാസ് ആലോഹോ, ദേവമാതാവിൻ്റെ അറിയിപ്പ്, സൂബോറോ ദുയൊൽദാസ് ആലോഹോ. ഏലിശബ പുണ്യവതിയുടെ അടുത്തേക്ക് മറിയം യാത്ര ചെയ്യുന്നു, അതാണ് യാത്ര. ഏലിശബയുടെ അടുത്തേക്കുള്ള മറിയത്തിൻ്റെ യാത്ര. മീസൽത്തോ, അതാണ് യാത്ര. മീസൽത്തോ ദു മറിയാം സേദ് ഏലിശബ, മീസൽത്തോ ദു മറിയാം സേദ് ഏലിശ്ബ. സ്നാപയോഹന്നാൻ്റെ ജനനം. മൗലോദേ ദു യൂഹാനോൻ മാംദോനോ, മൗലോദേ ദു യൂഹാനോൻ മാംദോനോ. സ്വപ്നത്തിൽ യൗസേപ്പിന് ലഭിക്കുന്ന വെളിപാടാണ്. വെളിപാട് എന്നുള്ളതിൻ്റെ വാക്ക് ഗലിയോനെ ദി യൗസേപ്പ്, യൗസേപ്പിൻ്റെ വെളിപാട്, ഗലിയോനെ ദി യൗസേപ്പ്. ഇനി പെരുന്നാൾ എന്നുള്ളതിൻ്റെ സുറിയാനി വാക്ക് ഈദോ എന്നാണ്. ഇനിയുള്ള കർത്താവിൻ്റെ പെരുന്നാളുകളുടെ എല്ലാം ഈദോ ദ് എന്ന് പറഞ്ഞാണ്. ആദ്യത്തേത് ഈദോ ദി എൽദേ ദു മോറാൻ. എൽദേ എന്ന് വെച്ചാൽ ജനനം, മോറാൻ നമ്മുടെ കർത്താവ്, നമ്മുടെ കർത്താവിൻ്റെ ജനന പെരുന്നാൾ. ഈദോ ദി എൽദേ ദു മോറാൻ. കർത്താവിൻ്റെ മാമോദീസ പെരുന്നാളിന് 2 പേരുണ്ട്. അമോദേ ദു മോറാൻ. അമോദോ എന്ന് വെച്ചാൽ ഈ കുളി, മുങ്ങൽ എന്നുള്ളതാണ്. അമോദേ ദു മോറാൻ, അല്ലെങ്കിൽ ഇത് ഉദയത്തിൻ്റെ പെരുന്നാൾ എന്നുള്ള അർത്ഥത്തിൽ ദെൻഹോ എന്നും അറിയപ്പെടാറുണ്ട്. മലയാളത്തിൽ നമ്മൾ ദനഹ എന്ന് പറയുന്നതാണ് ദെൻഹോ. മറിയത്തിൻ്റെ പുകഴ്ചകളുടെ തിരുനാളാണ് കൂലോസേ ദുയൊൽദാസ് ആലോഹോ, കൂലോസേ ദുയൊൽദാസ് ആലോഹോ. ശിശുക്കൾ കൊല്ലപ്പെട്ടു, ആ കൊല്ലപ്പെട്ട വധിക്കപ്പെട്ട ശിശുക്കളുടെ പെരുന്നാളാണ് കെത്തുലോ. കെത്തുലോ എന്ന് വെച്ചാൽ കൊലപാതകം. ദിയാലൂദേ, ശിശുക്കളുടെ കൊലപാതക തിരുനാളാണ് കെത്തുലോ ദിയാലൂദേ. സ്നാപയോഹന്നാൻ്റെ പുകഴ്ചകളുടെ തിരുനാളാണ് കൂലോസാവ് ദുയൂഹാനോൻ മാംദോനോ, കൂലോസാവ് ദുയൂഹാനോൻ മാംദോനോ. ഇനി വിശുദ്ധരുടെ ഓർമ്മ പെരുന്നാളുകളാണ്. ദുക്രോനോ എന്നാണ് ഓർമ്മ പെരുന്നാൾ എന്നുള്ള ഓർമ്മ എന്നുള്ളതിൻ്റെ വാക്ക്. ദുക്രോനോദ് സൊഹ്ദോ എന്ന് വെച്ചാൽ രക്തസാക്ഷി. മോർ സ്തേഫാനോസ്, സഹദ മാർ സ്തേഫാനോസിൻ്റെ ഓർമ്മ തിരുനാൾ. സൊഹദോ മോർ സ്തേഫാനോസ്. ഇനി വിത്തുകളെ പ്രതി മാതാവിൻ്റെ ഓർമ്മിച്ചുകൊണ്ട് തിരുനാൾ, വിത്തുകൾക്ക് വേണ്ടി
മാതാവിന് വേണ്ടി പെരുന്നാൾ ആചരിക്കാറുണ്ട് വിത്തുകളുടെ സംരക്ഷണത്തിന് വേണ്ടി. അൽ സർഎ, അൽ എന്ന് വെച്ചാൽ വേണ്ടി, സർഎ വിത്തുകൾക്ക് വേണ്ടി. കർത്താവിൻ്റെ ദേവാലയ പ്രവേശനം അറിയപ്പെടുന്നത് മാ അൽത്തേ പ്രവേശനം, ദുമോറാൻ നമ്മുടെ കർത്താവിൻ്റെ ല് ഹൈക്കുലോ ദേവാലയത്തിലേക്ക്. മാ അൽത്തേ ദുമോറാൻ ല് ഹൈക്കുലോ. ഇനി വിവിധ ഞായറാഴ്ചകളുടെ പേരുകളാണ്. ഞായർ എന്നുള്ളതിൻ്റെ വാക്ക് ഹാദ് ബുഷാബോ. ഇനി ആദ്യത്തേത് കൊഹനെ ഞായർ, ഹാദ് ബുഷാബോ ദ് കൊഹനെ. മരിച്ചുപോയ പുരോഹിതരെ ഓർക്കുന്ന ഞായറാണ് കൊഹനെ ഞായർ. പുരോഹിതർ എന്നാണ് കൊഹനെ എന്നുള്ളതിൻ്റെ അർത്ഥം. മരിച്ചുപോയവരെ ഓർക്കുന്ന ഞായർ ആനീദേ. ആനീദേ എന്ന് വെച്ചാൽ ഡിപ്പാർട്ടഡ്. കാനായിലെ കല്യാണ വിരുന്നിൽ യേശു വെള്ളം വീഞ്ഞാക്കിയതിനെ അനുസ്മരിക്കുന്ന ഞായറാണ് കാന എന്നുള്ളതിൻ്റെ സുറിയാനി പദമായ കൊത്തിനെ. കൊത്തിനെ ഞായർ, അതിൻ്റെ സുറിയാനി കൊത്തിനെ. കാന എന്ന സ്ഥലപ്പേരാണത്. കുഷ്ഠരോഗിയെ യേശു സുഖമാക്കിയ ഞായറാണ് കുഷ്ഠരോഗി എന്നുള്ളതിൻ്റെ ഗർഭോ, ഗർഭോ ഞായർ എന്നറിയപ്പെടുന്നു. ഗർഭോ. ഇനിയും തളർവാദ രോഗിയെ സുഖപ്പെടുത്തിയത് മ് ഷറിയോ, പാരലിറ്റിക്, മ് ഷറിയോ. കാനാൻകാരി സ്ത്രീയെ സുഖപ്പെടുത്തിയത് ക്നാ നൊയ്ത്തോ, ക്നാ നൊയ്ത്തോ, കാനാൻകാരി സ്ത്രീ. പാതി നോമ്പ് എന്നുള്ളതിൻ്റെ വാക്ക് പെൽഗേ ദ് സൗമോ. പെൽഗേ എന്ന് വെച്ചാൽ പകുതി, സൗമോ നോമ്പ്. പെൽഗേ ദ് സൗമോ. ഇനിയും കൂനിയെ സുഖപ്പെടുത്തി ക്ഫിഫ്തോ, ക്ഫിഫ്തോ എന്നാണ് കൂനി എന്നുള്ളതിൻ്റെ വാക്ക്. അന്ധനെ സുഖപ്പെടുത്തിയത് സമിയോ, സമിയോ. 40-ാം വെള്ളി അറിയപ്പെടുന്നത് അറുബുത്തോ, അറുബുത്തോ ദർബു ഓ. 40-ാമത്തെ ദിവസമാണ് നോമ്പിൻ്റെ 40-ാം വെള്ളി എന്നറിയപ്പെടുന്നത് അറുബുത്തോ. ഇനി കർത്താവിൻ്റെ ഓശാന പെരുന്നാൾ, കർത്താവിൻ്റെ ജെറുസലേമിലേക്കുള്ള പ്രവേശനം മാ അൽത്തോ പ്രവേശനം, ദുമോറാൻ നമ്മുടെ കർത്താവിൻ്റെ ലൂറിഷ്ലേം ജെറുസലേമിലേക്ക്, ജെറുസലേമിലേക്കുള്ള നമ്മുടെ കർത്താവിൻ്റെ പ്രവേശനം. വേറൊരു പേരുമുണ്ട് ഊഷാനോ, പാം സൺഡേ, ഊഷാനോ. ഊഷാന ഞായറാഴ്ച വൈകുന്നേരം അറിയപ്പെടുന്നതാണ് ജീവൽ തുറമുഖ പ്രാപ്തി എന്ന് പറയുന്ന 10 കന്യകമാരുടെ ഉപമയെ അടിസ്ഥാനമാക്കിയുള്ള ഒരു പ്രദക്ഷിണ ശുശ്രൂഷയാണ്. വാദോ ദൽമീനോ, ലിമീനോ എന്ന് വെച്ചാൽ തുറമുഖം, വാദോ എന്ന് വെച്ചാൽ അങ്ങോട്ടുള്ള പ്രവേശനം അല്ലെങ്കിൽ അവിടെയുള്ള കണ്ടുമുട്ടൽ, തുറമുഖത്തേക്കുള്ള വെച്ചുള്ള കണ്ടുമുട്ടലാണ് വാദോ ദൽമീനോ. ഇനിയും ഹാഷ ആഴ്ച അറിയപ്പെടുന്നത് സുറിയാനിൽ ഷബുത്തോ റബുത്തോ, വലിയ ആഴ്ച, ദഹാഷോ ഫോറൂക്കോയോ, രക്ഷാകരമായ കഷ്ടാനുഭവത്തിൻ്റെ വലിയ ആഴ്ച എന്നാണ് ഹാശാഴ്ച സുറിയാനിയിൽ അറിയപ്പെടുന്നത്. ഷബുത്തോ റബുത്തോ ദഹാഷോ ഫോറൂക്കോയോ, രക്ഷാകരമായ കഷ്ടാനുഭവത്തിൻ്റെ വലിയ ആഴ്ച. പെസഹ വ്യാഴാഴ്ച അറിയപ്പെടുന്നത് രഹസ്യങ്ങളുടെ വ്യാഴം എന്നാണ്. ഹംഷോ ദ് റോസേ, ഹംഷോ ദ് റോസേ. ഹംഷോ എന്ന് വെച്ചാൽ ആഴ്ചയിലെ 5-ാമത്തെ ദിവസം. ദ് റോസേ, രഹസ്യങ്ങളുടെ വ്യാഴം. ഇനിയും ക്രൂശിക്കലിൻ്റെ വെള്ളി എന്നാണ് ദുഃഖവെള്ളി അറിയപ്പെടുന്നത്. അറുബുത്തോ ദസ്കീപൂസോ, അറുബുത്തോ ദസ്കീപൂസോ. ദുഃഖശനി അറിയപ്പെടുന്നത് ശബുത്തോ ദസ്ബർത്തോ, അറിയിപ്പിൻ്റെ ശനി എന്നാണ്. യേശു ഷെയോളിൽ, പാതാളത്തിൽ ചെന്ന് സുവിശേഷം അറിയിച്ചു. അതുകൊണ്ടാണ് ശബുത്തോ ദസ്ബർത്തോ. ഉയർപ്പ് എന്നുള്ളത് ക്യൊംതോ, ക്യൊംതോ. ഉയർപ്പ് കഴിഞ്ഞുള്ള ഒരാഴ്ച ഹേവോറോ ആഴ്ച എന്നാണ്. ഈസ്റ്ററിനാണ് പണ്ടെല്ലാവരും ഈ മാമോദീസ മുങ്ങിയിരുന്നത്. അതിനുശേഷം ഒരാഴ്ച വെള്ളവസ്ത്രം ധരിക്കുമായിരുന്നു. അതുകൊണ്ടാണ് ആ ദിവസങ്ങൾ വൈറ്റ് ഡേയ്സ്, യൗമോസോ ദ ഹേവോറെ എന്ന് അറിയപ്പെടുന്നത്. കർത്താവിൻ്റെ സ്വർഗാരോഹണം
സൂലോക്കോ, സൂലോക്കോ. പെന്തിക്കോസ്തി തിരുനാൾ പെന്തിക്കോസ്തി, പെന്തിക്കോസ്തി. പത്രോസ്ലിഹായും യാചകനോട് സ്വർണവും വെള്ളിയും എനിക്ക് തരാനില്ല, കർത്താവിൻ്റെ നാമത്തിൽ നീ എഴുന്നേറ്റ് നടക്ക എന്ന് പറഞ്ഞതിനെ അനുസ്മരിക്കുന്ന ദിവസമാണ് അറുബുത്തോ ദഹബോ, സ്വർണ്ണ വെള്ളിയാഴ്ച. ഇനിയും കതിരുകളുടെ സംരക്ഷണത്തിന് വേണ്ടി മാതാവിനോട് പ്രത്യേക പെരുന്നാൾ ആചരിച്ചിരുന്നു. അതാണ് അൽ ഷെബിലെ. അൽ എന്ന് വെച്ചാൽ വേണ്ടി, ഷെബിലെ കതിരുകൾക്ക് വേണ്ടി മാതാവിൻ്റെ ഓർമ്മ പെരുന്നാൾ. പത്രോസ് പൗലോസ് ശ്ലീഹന്മാരുടെ ദുക്രോനോ ദുമോർ പെത്രോസ് ഉമോർ പൗലോസ്, ദുക്രോനോ എന്നാണ് ഓർമ്മ എന്നുള്ളത്. ത്രേസാർ ശ്ലീഹെ കാദീശെ, ത്രേസാർ 12, ശ്ലീഹെ ശ്ലീഹന്മാർ, കാദീശെ പരിശുദ്ധ, 12 ശ്ലീഹന്മാരുടെ ഓർമ്മ. തോമാ ശ്ലീഹായുടെ ഓർമ്മ തോമാ ശ്ലീഹോ, ദുക്രോനോ ദുമോർ തോമോ ശ്ലീഹോ. ശ്മൂനിയുടെയും അവളുടെ 7 പുത്രന്മാരുടെയും ഓർമ്മയാണ് ശ്മൂനി ഉ ഷബുവോ ബ്നേഹ്. കർത്താവിൻ്റെ തേജസ്കരണ പെരുന്നാൾ മത്താലെ. മത്താലെ എന്ന വാക്കിൻ്റെ അർത്ഥം കൂടാരങ്ങൾ എന്നാണ്. നമുക്ക് 3 കൂടാരങ്ങൾ ഉണ്ടാക്കാം എന്ന് പറയുന്നത് അനുസ്മരിച്ചാണ് ആ പേര് വന്നിരിക്കുന്നത്. തേജസ്കരണ പെരുന്നാളാണ് മത്താലെ. മാതാവിൻ്റെ സ്വർഗാരോപണം വിടവാങ്ങൽ പെരുന്നാളാണ് ഓഗസ്റ്റ് 15 ആചരിക്കുന്ന ഷൂനോയോ, ഷൂനോയോ. മാതാവിൻ്റെ ജനന പെരുന്നാൾ സെപ്റ്റംബർ 8 നാം ആചരിക്കുന്നതാണ് മൗലോദോ, ദിയോൽദാസ് ആലോഹോ, മൗലോദോ എന്നാണ് വാക്ക്, ജനനം. ഇനിയും സ്ലീബായെ കണ്ടെത്തുന്ന തിരുനാളാണ് സെപ്റ്റംബർ 14 ഷ്കൊഹ്തേഹ്. ഷ്കൊഹ്തോ എന്ന് വെച്ചാൽ കണ്ടെത്തലാണ്, ദസ്ലീബോ കുരിശിൻ്റെ കണ്ടെത്തൽ. അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ കണ്ടത് പാശ്ചാത്യ സുറിയാനി പാരമ്പര്യത്തിലെ സഭകളുടെ പെരുന്നാളുകളുടെ പേരുകളാണ്. എല്ലാവർക്കും വളരെയധികം നന്ദി. തൗദി സാഗി.